അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴിയാണ് ഇന്ന് നാം പഠനത്തിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ഏറ്റവും വലിയ വിജയം കരഗതമാകാൻ, ഏറ്റവും വലിയ ദുരന്തത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് രക്ഷ നേടാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. ഇതേ ആശയമുള്ള ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. സ്വർഗത്തെ ആവരണം ചെയ്തിരിക്കുന്നത് പ്രയാസങ്ങൾ കൊണ്ടാണ്, വെറുക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. നരകത്തെ ആവരണം ചെയ്തിട്ടുള്ളത് ആഗ്രഹങ്ങളും ഇച്ഛകളും കൊണ്ടാണ്. വിശ്വാസികൾ വളരെ ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിലേക്ക് വേണ്ട മഹത്തായൊരു മാർഗദർശനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. ഏറ്റവും വലിയ വിജയം സ്വർഗം ലഭിക്കുക എന്നതാണ്. ഏറ്റവും വലിയ രക്ഷ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതുമാണ്. സ്വർഗത്തിലേക്കെത്തണമെങ്കിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയും പ്രയാസങ്ങൾ ഉള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നരകത്തിലേക്ക് മനുഷ്യരെത്തുന്നതോ അവൻ്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ദേഹേച്ഛക്കനുസൃതമായി ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തെ ആവരണം ചെയ്തിട്ടുള്ളത് മക്കാരിഹുകളാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്വർഗം അതിസുന്ദരവും അനുഗ്രഹീതവും ശാശ്വതവുമാണ്. ആ ആനന്ദകരമായ ജീവിതം അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ ആരാധനകളിലുള്ള പരിശ്രമമുണ്ടാകേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള പ്രയാസങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കോപവും വിദ്വേഷവും ഒതുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിട്ടുവീഴ്ചയും സഹനശീലവും ഉണ്ടാകണം. മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുവാനും തിന്മ ചെയ്യുന്നവരോട് നന്മയിൽ തിരിച്ചു വർത്തിക്കുവാനും കഴിയണം. ദേഹം ഇച്ഛിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ നിന്ന് സ്വദേഹത്തെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കണം. ഇങ്ങനെ ചില പ്രയാസങ്ങളും നിയന്ത്രണങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ വിശ്വാസിയുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. എന്നാൽ നരകമോ, നിഷിദ്ധമായ നിരവധി കാര്യങ്ങൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. മദ്യപാനം, വ്യഭിചാരം, പരദൂഷണം, കുറ്റകരമായ വിനോദങ്ങൾ തുടങ്ങി മനുഷ്യൻ ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അവ ശരീരം ഇച്ഛിക്കുന്നു, മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അത് നേടിയെടുക്കുന്നതിലൂടെ മനുഷ്യൻ എത്തിച്ചേരുന്ന നരകത്തിലേക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഷിദ്ധ കാര്യങ്ങളിലേക്ക് മനുഷ്യരെത്തിക്കുന്ന, സൽക്കർമ്മങ്ങളിൽ നിന്ന് തടയുന്ന, കുറ്റകരമായ കാര്യങ്ങളെന്ന് പ്രഖ്യാപിക്കപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. അവ മനുഷ്യനെ നാശത്തിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശക്തമായൊരു നിയന്ത്രണം അവനുണ്ടാകണം.
സമ്പാദിക്കുന്നതിൽ, ചെലവഴിക്കുന്നതിൽ അവന് നിയന്ത്രണമുണ്ടാകണം. കണ്ണിനും കാതിനും നിയന്ത്രണമുണ്ടാകണം. നാവിനും കൈകൾക്കും നിയന്ത്രണമുണ്ടാകണം. അവൻ്റെ നിലപാടുകളിൽ അവൻ കൃത്യമായ അവബോധത്തോടുകൂടെ, മതബോധത്തോടുകൂടെ കൈകാര്യം ചെയ്യണം. ഭാര്യയും കുടുംബവും നന്നാക്കി തീർക്കുവാനും സന്താനങ്ങൾക്ക് മതപരമായ രീതിയിലുള്ള തർബിയത്ത്, നിർദ്ദേശങ്ങൾ നൽകുവാനും അവൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള കഠിനമായ അധ്വാനവും പരിശ്രമവും ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമാണ്, ഈ പ്രയാസങ്ങൾ തരണം ചെയ്യുമ്പോൾ മാത്രമാണ് സുന്ദരമായ അനുഗ്രഹീതമായ സ്വർഗത്തിലേക്ക് മനുഷ്യനെത്തുക. സ്വാഭാവികമായും മനുഷ്യൻ തനിക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ളവനാണ്, സുഭിക്ഷതയെ ആഗ്രഹിക്കുന്നവനാണ്. ഇച്ഛകളും സുഖങ്ങളും അലസതയും ഒക്കെയാണ് മനുഷ്യൻ്റെ സ്വഭാവമുണ്ടാവുക. അതിൽ നിന്ന് മനുഷ്യനൊരു മാറ്റമുണ്ടാകണം. സൗന്ദര്യം ആസ്വദിക്കുവാനും സുന്ദരികളോടൊപ്പം ജീവിക്കുവാനും സുഭിക്ഷത അനുഭവിക്കുവാനും അങ്ങനെ അധികാരം, സ്വാധീനം തുടങ്ങിയ പലതിനെക്കുറിച്ചുമുള്ള ആഗ്രഹങ്ങൾ മനുഷ്യർക്കുണ്ടാകും. ആ ആഗ്രഹങ്ങളിൽ നിഷിദ്ധമായത് വരുമ്പോൾ, പടച്ചവൻ ഹറാമായി പ്രഖ്യാപിച്ചത് വരുമ്പോൾ അവിടെ നിയന്ത്രിച്ച് നിർത്തുകയും, അതല്ല നിഷിദ്ധമാക്കിയതാണ്, അത് ഞാൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ ആഗ്രഹത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് എത്തുമെന്ന ബോധം വിശ്വാസിക്കുണ്ടാകണം. ഈ രൂപത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ തനിക്ക് സ്വയം വെറുപ്പ് പോലും തോന്നുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട്, അതിനടിപ്പെട്ടുകൊണ്ട്, നിഷിദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ അവൻ നേടിയെടുക്കുമ്പോൾ പരലോകത്ത് അവന് കിട്ടാൻ പോകുന്ന നരകമാണ് എന്ന താക്കീത് കൂടി ഈ വചനം നമുക്ക് നൽകുന്നു. നന്മകൾ പ്രവർത്തിക്കുവാനും നന്മയുടെ മാർഗത്തിൽ സഹനവും ക്ഷമയും അവലംബിക്കുവാനും നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ശക്തമായ നിയന്ത്രണ ബോധത്തോടുകൂടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.